ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ വീഡിയോ ഓഫ് MC പൊന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമുക്ക് ദാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവരണം. കാരണം ഇത് ദാണ്ട് ഇവിടെ empty ആയിട്ട് നിൽക്കുന്നതിന് എന്തെങ്കിലും ഒരു യൂസ് കൊണ്ടുവരണം. കൂടാതെ ഇവിടെ കണ്ടൊരു പ്ലേസ് കാണാതാണ്ട് ഒരു ബ്ലോക്ക് താന്ന് നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് നമുക്ക് വീറ്റ് സീഡ്, അതെ നമുക്ക് ഫാം ചെയ്യണം. വീറ്റ് സീഡ് തന്നെ വേണമെന്നില്ല, എന്നാലും നമുക്ക് വീറ്റാണ് കുറച്ചുകൂടി തോന്നുന്നു, നമുക്കറിയില്ല. അല്ലെങ്കിൽ പൊട്ടാറ്റോ ഉണ്ടോ, അതാ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വീടിൻ്റെ ബാക്ക് കുറച്ചാൾ കാണിക്കാൻ പറഞ്ഞിരുന്നു കമൻറ്റ് ബോക്സിലല്ല, അല്ലാതെ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരുത്തൻ പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടി നീ ഒരു കല്ലറ ഉണ്ടാക്കണമെന്ന്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെയ്ത പോലെ ഒരു ഗ്രേവ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതും നമുക്ക് ചെയ്യണം, അതും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ചെയ്യണം. ഞാൻ 2-3 പണികളുണ്ട് ഇന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം 50 ഡേയ്സ് ആവാനായി ഈ വേൾഡിൽ. അയ്യോ, 50 ഡേയ്സ്. ഓക്കെ, അപ്പം നമുക്ക് പണിയിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഫുഡ് ഫാം ഒന്ന് ഉണ്ടാക്കണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞണ്ണേ വേണ്ടി ഫുഡൊക്കെ കുറവാണ്. പിന്നെ നമുക്ക് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഒരു ഷീപ്പ് ഫാം കൂടി തട്ടിക്കൂ. ഇതൊക്കെ എപ്പാവും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ഷീപ്പ് ഫാമിന് വേണ്ടിയിട്ട് നമുക്കൊരു ലീഡ് വേണം. ലെഡ് പറയും. അതിന് നമുക്ക് പക്ഷേ സ്ട്രിങ് വേണം. സ്ട്രിങ് എനിക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫാമിൽ പോയി എടുക്കണം, അതാണ് പ്രശ്നം. ഞാൻ എന്നാൽ ഫാർമിൽ പോയിട്ട് അതിനു മുമ്പ് എനിക്ക് ഇപ്പം തന്ന ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. അതുകൊണ്ട് ഇപ്പം ഒന്നുണ്ട്. ആദ്യമത്തെ പെർഫെക്റ്റോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നൈറ്റ് ആകുമ്പോൾ 2-3 എണ്ണത്തിനൊക്കെ തട്ടിയാലും മതി. ആദ്യം നമുക്ക് പാവപ്പെട്ടന്മാർ. അയ്യോ, ഇവിടെ കൊല്ലണ്ടായിരുന്നു. നമുക്ക് ഷീപ്പ് ഫാം ഉണ്ടാക്കണ്ടേ? ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതിനൊരു ബിൽഡ് വേണം, ഞാൻ പറഞ്ഞിട്ടില്ല, അതും നമുക്ക് ചെയ്യണം. അയ്യോ, കൊല്ലണ്ടായിരുന്നു. സാരല്ല, ഇനി പോണോ, അത്ര ടഫിലായിരുന്നില്ല. അപ്പം നമുക്ക് ഫുഡ് ഫാം തന്നെ അങ്ങ് ഫസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഷീപ്പ് ഫാം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മളെ പയ്യൻ്റെ കളർ ഉണ്ടാക്കാം, ഗ്രേവ്. കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഓരോ ഓരോ ഗ്രേവ് വീതം ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങളാ വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് റെസ്പെക്റ്റാണ്. ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല ടോക്കുന്നത്. പിന്നെ ഗ്രേവിന് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളൊരു പൂവും കൂടി സെറ്റാക്കി കൊടുക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ പോളിസിയുടെ ഭാഗമാണ്. നമ്മൾ ഗ്രേവ് സ്റ്റോൺ പോളിസി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അടുത്തൊന്നല്ല, കുറച്ച് കാട്ടിലേക്കാണ്. അതായത് കുറച്ചൊരു കാട് മൂകത വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലെന്നേ. തെറ്റിയിരിക്കല്ലേ. ഓക്കെ, വാട്ടർ ബക്കറ്റ് ഉണ്ടാവണം. വെള്ളമില്ലതില്ലടി. എന്നാ ഒന്നുണ്ടാക്കാം, മടുക്കായാണല്ലേ. റിച്ചാണിപ്പോൾ അയണൊക്കെ തൂത്ത് റിയലാണ്. ഒറ്റൊന്നു പോയി എന്തൊക്കെ ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിതിൽ വെള്ളം കോരി കൊണ്ടുവരാം. വെള്ളം കോരാൻ ഇപ്പോൾ എവിടെ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അന്നെപ്പോൾ കൊണ്ടുവച്ചതാണ്, എന്തായാലും എടുത്തേക്കാം. നമുക്ക് വെള്ളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നൊരു മെഷീനും കൂടി ഉണ്ടാക്കിയേക്കാം. പിന്നെ അതിൻ്റെ പണിയില്ലല്ലോ.
അത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എവിടെ ഉണ്ടാക്കാം? ഇത് ഇപ്പം തൽക്കാലത്തെ ബിൽഡാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കാനാവും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബിൽഡാണ്. ഫസ്റ്റ് നമുക്കൊരു കോൾഡ്രൻ ഉണ്ടാക്കണം, പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് വേണം. അത് നമുക്ക് എന്ത് വെക്കാം ബിൽഡിംഗ് ബ്ലോക്കായിട്ട്? ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ബിൽഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി അടുപ്പിച്ചുണ്ടാക്കാം. അതായത് ഓക്കെ, 2 സ്പ്രോസിലൊക്കെ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ടാവുമ്പം ഇതൊരു നിഗമനത്തിൽ ഇത് വർക്കാവാനുള്ളതാണ്. വെച്ചിട്ട് ഇവിടെ ഒരു വെള്ളം ഒഴിച്ചാൽ നിറഞ്ഞു ഉമ്മളോടാ കളി. ഇനി നമുക്ക് കണ്ട് 4 ഭാഗവും ക്ലോസ് ചെയ്യാം. ഒരു സ്റ്റോൺ ബ്ലോക്ക് ഇവിടെ വേണം, കോബിൾ സ്റ്റോൺ. എന്നിട്ടാകുമ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരും. എന്നിട്ടാകുമ്പോൾ ഇവിടെ ചെല്ലുക. എന്നിട്ടാകുമ്പം സൈൻ. ഓക്കെ, അതെടുത്തിട്ടാണ് നോക്കുന്നത്. ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ വെക്കാം. സേഫ്റ്റിക്ക് എടുക്കാം. നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ 2 വാട്ടർ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പ്ലേസ്. അയ്യോ, അങ്ങനെ കുറച്ചും കൂടി ഉണ്ടായിട്ടുണ്ട്. സെറ്റാക്കാം. ഓക്കെ, ഇനി ഒരു പ്രശ്നമില്ല. എന്നെങ്ങനെ സെൻറ്റൻസ് ഇവിടെ വരിക, ക്ലിക്ക് ചെയ്യുക. അയ്യോ, ക്ലിക്ക് 4 ക്ലിക്ക് ചെയ്താൽ പ്രശ്നമുണ്ടല്ലേ. ഇങ്ങനെ ക്ലിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം പോകണം, എന്നാലേ ക്ലിക്ക് ചെയ്യാൻ. ഇങ്ങനെ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നോക്കി ക്ലിക്ക് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ട് ഈ സംഭവം ആവില്ല. നമ്മൾ ഇവിടെ വരണം, ഈ വെള്ളം എടുക്കണം, ഇവിടെ വെക്കണം. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് നല്ല മതി. ഇനി നമുക്ക് ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് അവിടെ ഉണ്ടാക്കണം. ഇവിടെ പ്ലേസ് ചെയ്യാം, അവിടെ പോവാം, എടുക്കാം. ഇവിടെ എവിടെയാ വെക്കും ഇപ്പം? ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. അതിന് മുമ്പ് നമുക്ക് അവിടം വരെ ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഇവിടെ നോക്കിയത് പ്ലേസ് എടുക്കുക. ചുമന്നുണ്ട് ഈ സൈഡിലേക്ക് പ്ലേസ്. എന്നിട്ടാണ്ട് ഈ സൈഡിലേക്ക് കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത്. യോ ഓക്കെ, ഇവിടെയും കൂടെ ഒന്ന് പ്ലേസ്. പെർഫെക്റ്റോ. ഇനി കണ്ട് ഈ വെള്ളം എടുത്തിട്ട് ഈ കൂടെ വെച്ചിട്ട് ഇത് രണ്ടും ഡേർട്ട് വെച്ചിട്ട് ഓക്കെ. ഇനി നമ്മൾ ഹോ എടുക്കണം. ഇതൊക്കെ വെട്ടിക്കളഞ്ഞേക്കണം. ഓക്കെ, എന്നിട്ടാകുമ്പോൾ ഇത് ഗ്രൗണ്ട് ഫുള്ള് ചെയ്യാനുണ്ട്. ബെഡ്റോക്ക് എഡീഷൻ തന്ന പണിയാണോ എന്നറിയില്ല. ഞാൻ ഇത്രയും ചെയ്തു, പക്ഷേ എന്നിട്ടോ ഇതൊന്നും ഇതായിട്ടില്ല. ഏത് ഈ വെറ്റാവൂലേ, ഈ വെറ്റ്ലാൻഡ് അയച്ചാ അന്ന് സംഭവം നിനക്ക് മനസ്സിലായിട്ടാ. പിന്നെ എൻ്റെ അടുക്ക ഫുഡും ഇല്ല. മുട്ട അതെങ്ങനെ? ബ്രോ എനിക്ക് നിന്നെ വേണം. ബ്ലോക്ക്
എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മുത്ത സീഡ്. അയ്യോ ഞാൻ ബോൺവില്ലാണേ. ബഗടിച്ച് എവിടെ പോയാ അയ്യോ എടാ വാടാ. എടുത്തടാ ചെറിയ കോയി. വീട്ടിനുള്ളിൽ കയറിപ്പോയാ. മുകളിൽ കയറിയാ. എടാ എനക്ക് വേണമായിരുന്നതിന്. സാരല്ല, നമുക്കത് വിധിച്ചിട്ടില്ല. ഇവിടെ കിടന്നുറങ്ങാടെ. ഓക്കെ, ചായ കുടിച്ചുകൊണ്ട് നമുക്കിനി കളിക്കാം കൂട്ടുകാരെ. 45 ദിവസം, ഇനി 5 ദിവസം കൂടി മാത്രം. ഫോർ 50 days. ഇതിനു മുമ്പ് നമുക്ക് ഒരു താണ്ട കാഞ്ചി തൽക്കാലം നീ എൻ്റെ വീട്ടിനുള്ളിൽ കയറി. അല്ലെങ്കിൽ വേണ്ട, വീട്ടിനുള്ള പണിയാ. ഡീസ്പോൺ ആവുമെന്ന് എൻ്റെ പേടി. കാണുന്നില്ലേ? അയ്യോ, ഇങ്ങോട്ട് ഉള്ളിൽ വീഴ്. ഈ പെട്ടടി. ഡീസ്പോൺ ആവാണ്ടൊക്കെ ഒരു ഇത് കൊടുത്തേക്കാം. ഇതും കൊടുത്തേക്കാം, ഇതെല്ലാം കൊടുത്തേക്കാം. ഓക്കെ, ഡീസ്പോൺ ആവില്ല. വേണേ ഒന്ന് ബോട്ടിൽ ഇടിച്ചേക്കാം. അഥവാ ഡീസ്പോണും കണ്ടു ആയാലും ബോട്ട് പ്ലേസ് ചെയ്യാനാവുന്നില്ല. ശുഭം. നമുക്ക് തൽക്കാലം ഓക്കെ പെർഫെക്റ്റോ. ആടിനെ കൊല്ലണ്ട, പന്നീനെ കൊല്ല. അയ്യോ, നീ ഇതാണോ അത്? ഒരു കാര്യം ചെയ്യാം. ഒരു സീഡാടാ. ഓക്കെ സീഡ്. ഓക്കെ, ഒന്നിവിടെ. ഇവിടെ വേണ്ട. എന്താ ചെയ്യുന്നത് നോക്കുന്നു ഞാൻ. ബാ. പോല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന് രണ്ടാളെയും കൂടി കൂട്ടിച്ച് ഒരു കുട്ടിയാക്കിച്ച്, ഐ മീൻ ബ്രീഡ് ചെയ്തിച്ച്. ഓക്കെ, ഇപ്പം ഒന്ന് തിന്നാൻ കൊടുക്കാം, ഒരടിയും കൊടുക്കാം. ഓക്കെ, ഇനി കോഴി കുറുക്കാന്ന് പിടിച്ച് തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റോ. ഐ തിങ്ക് ഇതാണ് നമ്മുടെ ആ ഒരു ഇതെന്ന് തോന്നുന്നു. കാരണം ഇത് മറ്റേത് നമ്മളാളെ വീട് പൂട്ടി വെച്ചത് ആ സൈഡിൽ നിന്നല്ലേ വന്നേ. അപ്പം എൻ്റെ തോന്നലെന്ന് വെച്ചാൽ ഇതാണ് ശരിക്കുള്ളതെന്നാ. ഒരു കാര്യം ചെയ്യപ്പത്തക്കാണ്, ഷീപ്പിനെ വെറുതെ വിടാം, ബാക്കിയുള്ളതിനൊക്കെ ഫുഡാക്കാം. അതിനു വേണ്ടി മരത്തിൻ്റെ അടുക്കൊന്നും ഇത് പിടിച്ച് ലാബ് എടുത്ത് വയ്ക്കരുത്, മരം കത്തും. മരത്തിൻ്റെ അടുക്കില്ലാത്ത പാവങ്ങളെ നമുക്ക് പിടിച്ച് വറക്കാം. ഓക്കെ ഗൈസ്,
നമുക്കിന്ന് കൂടുതലും കിട്ടിയത് നമ്മുടെ ബീഫാണ്. അല്ല, ബീഫല്ല, പോർക്ക് ചോപ്പാണ്. ബാക്കിയെല്ലാം ഞാൻ തിന്നു. ഞാൻ പിന്നെ ഈ ഫയർ ഉപയോഗിക്കാൻ പോയില്ല. അതാണ്ട് ഫ്രിഞ്ച് എടുത്ത് ഞാൻ ഫ്രിഞ്ചാണ് പിന്നെ ഞാൻ ഉപയോഗിച്ചത്. ഫ്രിഞ്ചാ കുറച്ചുകൂടി സുഖം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ലാവ്യാവുമ്പം സ്പ്രെഡാവും. ഒരു കാര്യം ചെയ്യും, നമുക്ക് നമ്മുടെ രണ്ടെണ്ണം പിടിച്ച് നൈസായിട്ടൊക്കെ തീർത്താലോ. അയ്യോ, എനിക്കവിടെ കൊണ്ട് സാറല്ല, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴി ഇങ്ങനെ ചത്താവല്ല. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു ഷീപ്പ് ഫാം ഉണ്ടാക്കണം. ഷീപ്പ് ഫാം, അതെ ഷീപ്പ് ഫാം. അത് നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദാണ്ട് ഈ ഭാഗത്തായിട്ടാണ്. ദാണ്ട് ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒബ്സർവറും കാര്യങ്ങളൊക്കെ വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാർട്സ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അതിന് 21 ഇതൊക്കെ മതിയോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അതായത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മറ്റേ ഗ്രേവ് ഇല്ലേ, അതിൻ്റെ അതിങ്ങനെ ഞാൻ അവിടെ നിന്ന് ചാടി ഡാമേജ് എടുക്കാൻ നോക്കട്ടെ. ഓക്കെ, അപ്പം നമ്മള് ഡാമേജ് ഒക്കെ എടുക്കും. അപ്പം ഞാൻ എമർജി ചെയ്ത് ഞാൻ തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഗ്രേവ്സ് ഉണ്ടാക്കുകയും വേണം. നമ്മളത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതാണ്ട് ഈ ലെവലിലാണ്. ഈ ലെവലിൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് ബ്ലോക്കൊക്കെ വെട്ടി മാറ്റി നമുക്ക് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഒന്നും ഞാൻ ഡാമേജ് കിട്ടുക നോക്കട്ടെ. നല്ല സുഖമുണ്ടാ. അയ്യോ, പോയി ഇങ്ങോട്ട് പോയി. ഓക്കെ, നമുക്ക് നമ്മൾ ഈ എപ്പിസോഡിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ 50 ദിവസത്തിൽ ഈ എപ്പിസോഡ് നിർത്തുമല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ, എനിക്കതില്ല എന്നാലും ഭാഗ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഒരു സ്റ്റോണിനെ കൊണ്ടുള്ള സ്ലാബും വേണം, ഒരു സ്റ്റെയറും വേണം. അതെ, എന്നിട്ടാകുമ്പോൾ ഒരു ഷവലും വേണം. ഷവൽ എന്തിനാ വെച്ചാൽ ഇതൊന്ന് ലെവലാക്കാനാണ്. പിന്നെ നമുക്ക് വേണ്ട സൈൻ ബോർഡാണ്. വന്ന് കിടക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. ഓക്കെ, ഷവൽ എടുക്കാം. നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ അടിയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി രസമാണ് കാണാൻ. പിന്നെ നമുക്ക് വാളൊക്കെ കെട്ടുമ്പോൾ കുറച്ചുകൂടി ഭംഗി കെട്ടണം. നമ്മളെ എൻട്രൻസ് വരാൻ പോകുന്നതാണ്ട് ഈ ഭാഗത്തായിരിക്കും. നമ്മളെ വീട് എവിടെയാ? അയ്യോ, ഞാൻ പറഞ്ഞില്ല, കോട്ടൈൻസ് എടുത്തില്ലേ? അതുകൊണ്ട് ഈ ഭാഗത്തായിട്ടാണ് വീടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അതുകൊണ്ട് വീട് അവിടെയാണ്. നമ്മളെ വഴി വരുന്നത് ഇവിടെയായിരിക്കും. അന്നേരം വഴി ഇതിലേക്കൂടെ വന്ന് പറ്റൂല. ഇതിന് ഓപ്പോസിറ്റ്. അയ്യോ, സ്കിറ്റിലയച്ചല്ലോ കേട്ടോ. ഇതാണ്ട് ഇങ്ങനെ ഈ വഴി വന്ന് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മരങ്ങളൊക്കെ അധികം വെട്ടൂല കേട്ടോ, കാരണം അതല്ല അതിൻ്റെ ഒരു ഇത്. നമ്മൾ ഒരു ഭീകരമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ അതിന്ന് പറയൂ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഫുള്ള് ഇതാക്കിയെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേവ്സ് വരാൻ പോകുന്നതാണ്ട് ഈ സൈഡിലോട്ടായിരിക്കും, അങ്ങോട്ടേക്ക്. അപ്പോൾ അടുത്ത കുറച്ച് മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരും, പണിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ട സ്ഥലം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്തിടാം. ഓക്കെ, നമുക്ക്
ഓക്കെ, ഇന്ന് ഇത്ര മതി. ഗ്രേവ് ഉണ്ടാക്കാം. ഗ്രേവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ 2 ബ്ലോക്ക് കുഴിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു ചെസ്റ്റ് വെക്കണം. ചെസ്റ്റ് ഡബിൾ ചെസ്റ്റ് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് വുഡില്ല. വെക്കാം. ഡബിൾ ചെസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സംഭവങ്ങൾ, അതായത് അവരുടെ ഫേവറേറ്റ് തിങ്സ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെസ്റ്റിൻ്റെ ഉള്ളിൽ വെക്കാം. ഇപ്പം നമുക്ക് 2 സാധനങ്ങൾ വെക്കാം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പൂവ് നമ്മൾ അലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗെയിമില്ലാത്ത നമുക്ക് ചെയ്യാനാവില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് ചെസ്റ്റ് ഇല്ലേ? അവിടെ ചെസ്റ്റ് ഇല്ല. ഉണ്ട് 2 ചെസ്റ്റ്. അല്ലെങ്കിൽ നോക്കണ്ട, നമുക്ക് സിംഗിൾ ചെസ്റ്റ് പോയി. ഡബിളൊക്കെ എന്തിനാണ്? ഓക്കെ, ഒന്ന് അയ്യോ അവിടെ പോയി. ഓക്കെ, ഒന്ന് കണ്ട് ഇവിടെ വെക്കാം. ഇതാകുമ്പം ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ജാസിം കുംഭരാജ് എന്നാണ് അവൻ്റെ പേര്. കുംഭരാജിന് വേണ്ടി നമുക്ക് പംകിൻ പൈ അവന് ഇഷ്ടമാണ് കൂട്ടുകാരെ. അവന് ഇഷ്ടമാണ്. നമുക്ക് പംകിൻ പൈ അതിന് വേണ്ട, നമുക്ക് വേറെന്താ ചിക്കൻ കൊടുക്കാം. ചിക്കൻ നമുക്ക് ഒരു ചിക്കൻ കൊതിയനും കൂടിയാണ് അവൻ. വേറെന്തൊക്കെയുണ്ട്? ഫുഡ് വന്നിട്ടുണ്ടാവില്ലല്ലോ പറഞ്ഞ പോലെ. ഫ്രഞ്ച് ആൻഡ് സ്റ്റീൽ ചിക്കൻ. നമുക്ക് ചിക്കൻ വേണ്ട. അയ്യോ ചിക്കൻ കിട്ടാൻ MLG ബ്രോ MLG ചെയ്തു. പെർഫെക്റ്റോ? ഇനി നമുക്ക് ഒരു ചിക്കനെ കണ്ടുപിടിക്കണം. പോക്ചോപ്പായാലും മതിയോ മോനെ? ചിക്കനെ കണ്ടുപിടിക്കാൻ പണിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മട്ടൻ കൊടുത്താൽ മട്ടൻ വേണം. തൽക്കാലത്തേക്ക് നമുക്ക് മട്ടൻ മതി. അപ്പം നമുക്ക് കുക്കഡ് സാധനം കിട്ടും. നമുക്കൊരു പോക്ക് ചോപ്പ് ഒരു മട്ടനും കൊടുക്കാം. പിന്നെ മട്ടൻ തന്നെയല്ലേ പറയുക. ഓക്കെ കുക്കഡ് മട്ടൻ. 2 മട്ടനും 1 പോക്ക് ചോപ്പും 2 പോക്ക് ചോപ്പും നമുക്ക് എനിക്ക് കൊടുക്കാം. പിന്നെയുള്ളത് ഫയാസാണ്. അവനെന്താ കൊടുക്കുകയെന്നൊക്കെ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, അവന് വേണ്ടി നമുക്ക് നാളെ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലേ, നമുക്കൊരു 5 മുട്ടയിൽ ഫുട്ബോളിന് എഴുതി കൊടുക്കാം. വേണ്ട, റൗണ്ട് ചാർക്കോളിൽ ഫുട്ബോളിന് എഴുതി കൊടുക്കാം. അതിനു വേണ്ടി ആനിമൽ വേണമല്ലേ? അയ്യോ ബ്ലോക്ക്. ആനിമൽ ഒത്തിരി ചിലവേറിയതാണ്, പക്ഷെ ആനിമൽ നമുക്ക് ആവശ്യമുണ്ട്. ചാർക്കോൾ എടുക്കാം. എന്നിട്ടാകുമ്പം അതിൽ ഫുട്ബോൾ എഴുതി വെക്കാം. ഫുട്ബോൾ ചാർക്കോളല്ല, ഫുട്ബോൾ. ഓക്കെ പെർഫെക്റ്റോ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഇത് ഗ്രേവ് സ്റ്റോണിൽ വെക്കാം. ഒന്നും പറയാനില്ല എനിക്ക്.
അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗ്രേവ് ഒരു ഒറ്റ ബ്ലോക്ക് നമുക്ക് വിട്ടിട്ട് വെക്കാം. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി നമ്മൾ ഇതിലേക്ക് മെമ്പേഴ്സ് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് നമ്മൾ അവർക്കും കൂടി വേണ്ടിയുള്ള സ്ഥലങ്ങൾ അതിന് സാധനം വെക്കട്ടെ അടച്ചു കൂടുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുട്ബോൾ വെക്കാം. 3 ഫുട്ബോൾ 3 സ്ഥലത്തായിട്ട് വെക്കാം. ഫുട്ബോൾ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫയാസിൻ്റെ ഓർമ്മക്കായി. പിന്നെ ഇവിടെ നമുക്ക് വെക്കേണ്ടത് ഫുഡാണ്. അതെ, അവന് ഭയങ്കര ഫുഡ് ഇഷ്ടമായിരുന്നു, പക്ഷെ അവൻ പോയി, കൂട്ടുകാരെ അവൻ പോയി. ഈ ഡിസൈനിൽ വെക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ സ്ലാബുകൾ കൊണ്ട് കല്ലറകൾ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റേഴ്സ് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് വേണ്ടി അതിനു മുമ്പ് ഓർമ്മിട്ടില്ല, രാത്രി അവനെ എടാ കുറച്ച് ദിവസം കൂടി മതിയില്ലടാ. സൈന് അവരുടെ പേര് നമുക്ക് അവന് ജനിച്ച വർഷം അവരങ്ങനെ വരും. എടാ വെക്കാനാണ് എങ്ങനെ വെക്കേണ്ടത്? ഓ ഇങ്ങനെ വെക്കാനാ? ഓക്കെ, ഇത് മതി. കൂടി കാര്യം ചെയ്താലോ? ഇവിടെ ഫുൾ ബ്ലോക്ക് തന്നെ വെക്കാം. അതിന് മുമ്പ് ഉറങ്ങട്ടെ, ഉറക്കം വരുന്നു. ഇവിടെ നമുക്ക് ഫുൾ ബ്ലോക്ക് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ വെക്കാനാവോ? ഇല്ല, അവിടെ സ്റ്റേഴ്സ് വെച്ചാലും ഫുഡ് ബ്ലോക്ക് വെച്ചാലും വെക്കാനാവൂല. അതുകൊണ്ട് നമുക്ക് സ്റ്റേഴ്സിന് വെക്കാം. ഇവിടെ നമുക്ക് FAYAS ബ്രാക്കറ്റിൽ അണ്ണൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് താഴേക്ക് 2013 to 2025 RIP. താങ്ക് യു. അടുത്തത് ബ്രാക്കറ്റിൽ KUMBARAG കുംബരാഗ് എന്നാണ് വായിക്കുക. എന്നാണ് വായിക്കുക. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത് മതി. കുംബരാഗ് രസമുണ്ട്. അതും 2013 to 2025 താഴെ RIP. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സുഹൃത്തുക്കളെയും കുഴിച്ചുമൂടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അവർക്ക് പൂ വെക്കൽ ചടങ്ങാണ്. അതിനു വേണ്ടി നമുക്ക് നല്ല പൂക്കൾ കണ്ടുപിടിക്കണം. ഒന്നാമത് പോപ്പി, രണ്ടാമത് നല്ല കളറിലെ പൂ. ഏതുള്ളത്? ഇതൊന്നും വേണം നമുക്ക്. നമുക്ക് ഇവിടെ വീട്ടിൽ പോയിട്ട് നല്ല ബ്ലൂ കളർ പൂ എടുത്തിട്ട് വരാം. ബ്ലൂ കളർ പോപ്പി അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ച ബ്ലൂ കളർ പൂ എന്നാണ്. എടാ വൂൾഫ് കാഞ്ചിട്ട് ഓക്കെ. എൻ്റെ അടുത്തേക്കോ എൻ്റെ ബാക്കിലോ. ഓക്കെ, അവൻ വരുന്നുണ്ട്. അവൻ്റെ ദേഷ്യം അടുത്തുമ്പോഴത്തേക്ക് മാറുന്ന എൻ്റെ പ്രതീക്ഷൻ്റെ വീട് കണ്ട മഞ്ഞളിച്ചോ, എൻ്റെ കണ്ണ് മഞ്ഞളിച്ചോ. ഞാനിപ്പോൾ ചോപ്പിച്ചിട്ടാണുള്ളത്. എവിടെ അവൻ പോയാ? ദേഷ്യം മാറിയാ? മാറില്ല ബ്രോ. ഓക്കെ, ഒരു കാര്യം മുമ്പളോടെ കണ്ണൊക്കെ ചോപ്പിച്ചാട് നിൽക്കുക. ഞാൻ പോയിട്ട് ബോൺ എത്തിച്ചാലോ. ബോൺ. ഫുഡും കഴിഞ്ഞ പുല്ല്.
3 ടൈം ആവണം. 5 അയ്യോ പെർഫെക്റ്റോ. എവിടെ മുത്തന്നി? അല്ല വേറെ എവിടെ ഓടി കളയലല്ലോ പ്ലീസ്ലാ. പോയെന്നോ ഒന്ന്. അയ്യോ എടാ ബോണ്ടടാ മുത്ത, ബോണ്ടടാ ബോൺ എല്ല് ബോന്നെ ഉരച്ചിട്ട് എവിടെയോ ഉണ്ടവൻ. എവിടെ മുത്ത നീ കുട്ടാ? ഞാൻ മരത്തിൽ നിർത്തിയിട്ട് പോയതാണല്ലോ. എടാ കാണാനില്ലടാ. നമുക്കിനി ഒരു ദിവസം നമുക്ക് പെറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങണം. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ഫയാസണ്ണിന് റെഡ് പൂവാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. റെഡ് പൂ. നമ്മുടെ ജാസിമണ്ണിന് ബ്ലൂ പൂ നമുക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇവരെ നിത്യശാന്തിക്കായി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.